Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്. പിലാത്തറ, കണ്ണൂർ. മനോഹർ ജുവലറീസ് ജുവൽ ഹൗസ്, ജുവൽ ജംഗ്ഷൻ, പയ്യന്നൂർ. അറേബ്യൻ ജ്വല്ലേഴ്സ്, പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KPSTA ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം സമാപിച്ചു. ഭക്തജനത്തിരക്കിൽ വെള്ളാരങ്കര ക്ഷേത്രം. തിങ്കളാഴ്ച ഭഗവതിയുടെ തിരുമുടി നിവരും. താമരംകുളങ്ങരയിൽ നിർമ്മിച്ച N. സുബ്രഹ്മണ്യ ഷേണായി മന്ദിരം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചിന്ത പബ്ലിക്കേഷൻ പയ്യന്നൂർ പുസ്തകോത്സവത്തിന് തുടക്കമായി. കരിവെള്ളൂർ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം. കലവറയിൽ കെടാദീപം തെളിഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം സമാപിച്ചു. ടൗണിൽ അധ്യാപക പ്രകടനവും ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനവും നടന്നു. അധ്യാപനം രാഷ്ട്രസേവനം, രാഷ്ട്രസേവനം ജീവിത ലക്ഷ്യമെന്നതാണ് KPSTA ഉയർത്തുന്ന മുദ്രാവാക്യം. 2 നാളുകളിലായി തൃക്കരിപ്പൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സമ്മേളനം, പ്രതിനിധി സമ്മേളനം, ആവേശകരമായ അധ്യാപക പ്രകടനം എന്നിവ നടന്നു. പ്രതിനിധി സമ്മേളന നഗരിയിൽ നിന്നും ആരംഭിച്ച ത്രിവർണ്ണ പതാകയേന്തിയുള്ള പ്രകടനത്തിൽ മൂല്യവത്തായ നിരവധി മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ടൗൺ ചുറ്റിയ പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന പൊതുസമ്മേളനത്തിൽ KPCC എക്സിക്യൂട്ടീവ് അംഗം O. നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു SP അക്കൗണ്ട് പോലും എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് ബാങ്കിൽ പോകേണ്ടതെന്നും അറിയാത്ത ശതകോടി ജനങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് പുത്തൻ പരിഷ്കരണമായി കടന്നു വന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഇത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല. നരേന്ദ്രമോദി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയാക്കിയ ഒരുപാട് ആളുകളുണ്ട്. അത് നമ്പർ 1 ബിർളയാണ്, നമ്പർ 1 ആദിത്യ ഗ്രൂപ്പാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P. ശശിധരന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ, P. കുഞ്ഞിക്കണ്ണൻ, TU സദാനന്ദൻ, T. ധനഞ്ജയൻ, C. രവി, T. ലളിത, PK ചന്ദ്രശേഖരൻ, PV കണ്ണൻ മാസ്റ്റർ, K. ശ്രീധരൻ മാസ്റ്റർ, GK ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KP വിനോദ് പ്രസിഡന്റും P. ഗോപാലൻ സെക്രട്ടറിയും K. രാജേഷ് ട്രഷററും എന്നിവരെയും തെരഞ്ഞെടുത്തു. താമരംകുളങ്ങരയിൽ നിർമ്മിച്ച N. സുബ്രഹ്മണ്യ ഷേണായി സ്മാരക മന്ദിരം ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. മന്ദിരം നിർമ്മിച്ച ശില്പിക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. താമരംകുളങ്ങര CPIM പാർട്ടി ബ്രാഞ്ചിനും സംഘടനാ പ്രവർത്തനങ്ങൾക്കും വായനശാല പ്രവർത്തനങ്ങൾക്കുമായി വേണ്ടി നിർമ്മിച്ച N. സുബ്രഹ്മണ്യ ഷേണായി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. പയ്യന്നൂരിന്റെ വികസനത്തിൽ ഏറ്റവും നേതൃപരമായ സംഭാവനകൾ നൽകിയിട്ടുള്ള നേതാവാണ്. നമ്മുടെ ഈ പയ്യന്നൂർ കോളേജ്, പ്രത്യേകിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ അവസരങ്ങൾ നമുക്ക് തുറന്നു തന്നത് പയ്യന്നൂരിലെ നമ്മുടെ കുഞ്ഞുമംഗലത്തുള്ള പയ്യന്നൂർ കോളേജാണ്. ആ കോളേജ് രൂപീകരണത്തിലും സഖാവ് സുബ്രഹ്മണ്യ ഷേണായി CPIM നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VT അമ്പു അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ C. ലക്ഷ്മണൻ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ വെച്ച് മന്ദിരത്തിന് രൂപകൽപ്പന നടത്തിയ TP രാജന് TV രാജേഷ് MLA ഉപഹാര സമർപ്പണം നടത്തി. CV ദാമോദരൻ, V. നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ചിന്ത പബ്ലിക്കേഷൻസ് പയ്യന്നൂർ പുസ്തകോത്സവം ഷേണായി സ്ക്വയറിൽ നടന്നു. വയലോപ്പിള്ളി സംസ്കൃതി ഭവൻ അധ്യക്ഷൻ MR ജയഗീത ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ, അതായത് ഞങ്ങൾ മനുഷ്യർ ജീവിക്കുന്ന ഒരിടമാണ് ഈ ലോകം എന്ന് വിളിച്ചു പറയുവാൻ നമുക്ക് ഏറ്റവും പ്രബുദ്ധമായി വിളിച്ചു പറയാൻ കഴിയുന്നത് നമ്മുടെ പുസ്തകങ്ങൾ മുന്നിലേക്ക്, കാലത്തിന് മുന്നിലേക്ക് എടുത്തു വെച്ചുകൊണ്ടാണ്. TI മധുസൂദനൻ അധ്യക്ഷനായി. GD നായർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, PK സുരേഷ് കുമാർ, CP രമേശൻ എന്നിവർ പ്രസംഗിച്ചു. ചിന്ത, NBS, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്,
മാതൃഭൂമി, DC ബുക്സ് എന്നീ പ്രസാധകരുടെ പുസ്തകങ്ങൾ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പേർ പുസ്തകം വാങ്ങാൻ എത്തുന്നുണ്ട്. രാമന്തളി കുരിശുമുക്കിലെ കുമാരന്റെ മാജിക് എയർസ് വണ്ടിയുടെ ഗ്ലാസ് ചെങ്കല്ലിട്ട് തകർത്ത നിലയിൽ. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. രാമന്തളി കുരിശുമുക്കിലെ കുമാരന്റെ വീടിന് സമീപം ഗ്രൗണ്ടിൽ നിർത്തിയിട്ട KL 59A 7220 മാജിക് എയർസ് വണ്ടിയുടെ ഗ്ലാസാണ് ചെങ്കല്ലിട്ട് തകർത്തിരിക്കുന്നത്. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. കേരള സിറ്റിസൺ ഫോറം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 20-21 തീയതികളിൽ നടക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രഭാവതി നിർവഹിച്ചു. ഇനി പെരിങ്കളിയാട്ട വിശേഷങ്ങൾ. പയ്യന്നൂർ വെള്ളാരങ്കര ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടം. ഉപദേവതമാർ ഉറഞ്ഞാടി. വൻ ഭക്തജനത്തിരക്കാണ് ഞായറാഴ്ച ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കളിയാട്ടം തിങ്കളാഴ്ച സമാപിക്കും. തായ്നേരി വെള്ളാരങ്കര ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട ഭൂമിയിൽ തെയ്യങ്ങൾ അരങ്ങിലെത്തിയതോടെ പയ്യന്നൂർ ഉത്സവലഹരിയിലായി. നീണ്ട 95 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്നെത്തിയ പെരുങ്കളിയാട്ട പുണ്യനിമിഷങ്ങളെ നാടും നാട്ടുകാരും ഹൃദയത്തോട് ചേർക്കുകയാണ്. കളിയാട്ടത്തിന്റെ 3-ാം ദിനമായ ഞായറാഴ്ച രാവിലെ മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. അവധി ദിനമായതുകൊണ്ട് തന്നെ വൻ ഭക്തജനത്തിരക്കാണ് ഞായറാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. രാവിലെ 4 മണിക്ക് കന്നിക്കുരുമകൻ ദൈവം അരങ്ങിലെത്തി. തുടർന്ന് അങ്കക്കുളങ്ങര ഭഗവതി, കുറത്തിയമ്മ, രക്തചാമുണ്ടി, കുണ്ടോറ ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടി. രാവിലെ 9 മണിയോടെയാണ് ബാലിദൈവം അരങ്ങിലെത്തിയത്. തുടർന്ന് 11:30 വിഷ്ണുമൂർത്തിയും ഗുളികൻ തെയ്യവും കെട്ടിയാടി. ഉച്ചയ്ക്ക് ശേഷം വണ്ണാൻകൂത്തും അരങ്ങിലെത്തി. തുടർന്ന് കന്നിക്കുരുമകൻ ബാലിദൈവത്തിന്റെ തിടങ്ങലും വെള്ളാരങ്കര ഭഗവതിയുടെ ഉച്ചത്തോറ്റവും അരങ്ങിലെത്തി. സമാപന ദിവസമായ ജനുവരി 2 രാവിലെ 8:30 പുറപ്പെടുന്ന ബാലിദൈവം പയ്യന്നൂർ പെരുമാൾ സന്നിധിയിലേക്ക് യാത്ര തിരിക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പ്രധാന ആരാധനാമൂർത്തിയായ വെള്ളാരങ്കര ഭഗവതിയുടെ തിരുമുടി നിവരുക. കളിയാട്ടക്കളത്തിലെ പുത്തൻ വാഗ്ദാനമായി യദുകൃഷ്ണൻ എന്ന 12-കാരൻ. വെള്ളാരങ്കര പെരുങ്കളിയാട്ടത്തിൽ വിഷ്ണുമൂർത്തി കോലം ധരിച്ചാണ് യദു ഭക്തരുടെ മനം കവർന്നത്. കളിയാട്ടവേദിയിലെ പുത്തൻ വാഗ്ദാനമാവുകയാണ് യദുകൃഷ്ണൻ എന്ന 12-കാരൻ. യുവതലമുറ കടന്നുവരാൻ മടിക്കുന്ന തെയ്യം കലയിലേക്ക് കടന്നു വന്നുവെന്ന് മാത്രമല്ല, തൻ്റെ പ്രായത്തിനുമപ്പുറത്തെ പ്രകടനം നടത്തി കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് യദുകൃഷ്ണൻ. നീണ്ട 95 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന വെള്ളാരങ്കര ഭഗവതി ക്ഷേത്രത്തിൽ വിഷ്ണുമൂർത്തി കോലം ധരിച്ചാണ് യദു ഞായറാഴ്ച തിരുവരങ്ങിലെത്തിയത്. പ്രകടനമാവട്ടെ മുതിർന്ന തെയ്യം കലാകാരന്മാരെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ചെണ്ടയുടെ രൗദ്രതാളത്തിൽ അതിനനുസരിച്ചും ശാന്തതാളത്തിൽ അതിന് യോജിച്ചും നരഹരി ഭഗവാന്റെ പകർനാട്ടമായിരുന്നു യദുവിൻ്റേത്. തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ തെയ്യക്കോലം കെട്ടി ഇതിനോടകം ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ 12-കാരൻ. തുടർന്ന് വരുന്ന പെരുങ്കളിയാട്ടങ്ങളിലും തെയ്യക്കോലം ധരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചുമിടുക്കൻ. പ്രശസ്ത തെയ്യം കലാകാരൻ മധു പണിക്കരുടെ മകനാണ് യദുകൃഷ്ണൻ. പെരുങ്കളിയാട്ടത്തിലെ പ്രധാന ഇനമാണ് അന്നദാനം. നിരവധി പേരാണ് അന്നദാനത്തിന് ഞായറാഴ്ച എത്തിച്ചേർന്നത്. സമാപന ദിവസമായ തിങ്കളാഴ്ച അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അവധി ദിനമായതിനാൽ തന്നെ വൻ ഭക്തജനത്തിരക്കാണ് വെള്ളാരങ്കര പെരുങ്കളിയാട്ടത്തിൽ ഞായറാഴ്ച അനുഭവപ്പെട്ടത്. ക്ഷേത്രമുറ്റത്ത് എന്ന പോലെ തിരക്കനുഭവപ്പെടുന്ന ഇടമാണ് അന്നദാന പന്തൽ. പ്രസാദമായി നൽകുന്ന അന്നദാനത്തിനായി വൻ തിരക്കായിരുന്നു ഞായറാഴ്ച. തിരക്ക് കണക്കിലെടുത്ത് അന്നദാനത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഭാരവാഹികൾ ഒരുക്കിയിരുന്നത്. പുളിശ്ശേരി, കൂട്ടുകറി, അച്ചാർ, ഉപ്പേരി ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഞായറാഴ്ച നൽകിയത്. സമാപന ദിവസമായ തിങ്കളാഴ്ച വൻ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണെന്നും സംഘാടകർ പറയുന്നു. ബൊഫേ രീതിയിലാണ് അന്നദാനം എന്നതിനാൽ തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ലെന്ന് ഭക്തജനങ്ങളും പറയുന്നു. വെള്ളാരങ്കര പെരുങ്കളിയാട്ടം അന്നദാനത്തിനുള്ള വിഭവങ്ങളുമായി തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിൽ നിന്ന് എടുത്തുപിടിച്ചു വരവ്. നിരവധി പേർ അണിനിരന്നു.
പെരുങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് ഉച്ചയ്ക്കും രാത്രിയും സംഘാടക സമിതി അന്നദാനം നൽകി വരുന്നുണ്ട്. ഇതിനാവശ്യമായ വിഭവങ്ങളുമായാണ് തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിൽ നിന്ന് എടുത്തുപിടിച്ചു വരവ് നടന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ചടങ്ങിൽ നിരവധി പേർ അണിനിരന്നു. കുറിഞ്ഞി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. കരിവെള്ളൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം. കന്നിക്കലവറയിൽ വിളക്ക് തെളിഞ്ഞു. ഞായറാഴ്ച രാവിലെയോടെ ഭക്ഷണത്തിനാവശ്യമായ വിഭവങ്ങൾ കലവറയിലേക്ക് കയറ്റിയതോടെയാണ് കലവറയിൽ കെടാവിളക്ക് തെളിയിച്ചത്. അന്നദാനത്തിനായുള്ള സാധനങ്ങൾ കന്നിക്കലവറയിൽ കയറ്റുന്ന ചടങ്ങ് ഭക്ത്യാദരപൂർവ്വം നടന്നു. മാടമ്പി വിളക്ക്, കുറിത്തട്ട് തുടങ്ങി അന്നദാനത്തിനാവശ്യമായ സകല സാധനങ്ങളും കന്നിക്കലവറയിൽ കയറ്റി. ക്ഷേത്രമന്ദിതിര്യൻ ക്ഷേത്രക്കലവറയിൽ നിന്നും പകർന്ന ദീപത്തിൽ നിന്നും കന്നിക്കലവറയിലെ ലക്ഷ്മി വിളക്ക് തെളിയിച്ചതോടെ ചടങ്ങുകൾക്ക് ആരംഭമായി. ഇനി കളിയാട്ട അവസാനം വരെ കന്നിക്കലവറയിൽ കെടാവിളക്കായി ലക്ഷ്മി വിളക്ക് തെളിയും. ക്ഷേത്രം സ്ഥാനികരുടെയും മറ്റ് ക്ഷേത്രസ്ഥാനികരുടെയും ക്ഷേത്രം കോയ്മമാരുടെയും സംഘാടക സമിതി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രവാര്യക്കാർ ഭക്തിപൂർവ്വം ഓരോ സാധനങ്ങളായി കന്നിക്കലവറയിലേക്ക് കയറ്റി. ഇനി മുച്ചിലോട്ട് ഭഗവതിയുടെ സാന്നിധ്യം കന്നിക്കലവറയിൽ കൂടി ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം. കെടാവിളക്ക് കാത്തുസൂക്ഷിക്കുന്നതിനും അന്നദാനത്തിനുള്ള വിഭവങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷിക്കുന്നതിനും ഇനി 2 പേർ കന്നിക്കലവറയിൽ ഉണ്ടാകണം. 9 ഇല്ലങ്ങളിൽ മുച്ചിലോട്ടില്ലം വാണിയനാണ് കന്നിക്കലവറയിൽ ഇരിക്കാനുള്ള അവകാശം. മറ്റൊരു അവകാശി മുച്ചിലോട്ട് കാരണവരാണ്. സർവശിക്ഷാ അഭിയാൻ പയ്യന്നൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ നിറച്ചാർത്ത് ക്യാമ്പിന് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കമായി. പ്രത്യേകം പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായാണ് ദ്വിദിന സഹവാസ ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ദ്വിദിന ക്യാമ്പ് സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് തന്നെ സർക്കാർ തന്നെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സർവശിക്ഷ അഭിയാൻ വിദ്യാലയങ്ങളെയും സബ് ജില്ലകളെയും എല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് കോർഡിനേറ്റർമാരെ നിയമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ BPO സുരേന്ദ്രൻ PV സ്വാഗതം ആശംസിച്ചു. വാർഡ് കൗൺസിലർ AK ശ്രീജ, പയ്യന്നൂർ AEO PE രാമദാസൻ, KG സോമനാഥൻ, SP വിഷ്ണു നമ്പൂതിരി, K ശിവകുമാർ, സുജാത വാസുദേവൻ, ഷീബ മാർഗ്രറ്റ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുട്ടികളുടെ കലാപ്രകടനങ്ങൾ, കായിക പരിപാടികൾ, നാടൻപാട്ടുമേള, സർഗവേള, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, ക്യാമ്പ് ഫയർ തുടങ്ങിയവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. രാകേഷ് മാസ്റ്റർ, പ്രകാശൻ മാസ്റ്റർ, സുനന്ദ ടീച്ചർ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. DYFI മമ്പലം സെൻട്രൽ യൂണിറ്റിന്റെയും EMS സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം നടത്തി. DYFI മമ്പലം സെൻട്രൽ യൂണിറ്റും EMS സാംസ്കാരിക വേദിയും സംയുക്തമായി പുതുവത്സരാഘോഷം നടത്തി. ആഘോഷ പരിപാടികൾ TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ആ മധുരം വിശേഷിച്ചും നമ്മുടെ ചെറിയ കുട്ടികൾ ഇന്ന് രാവിലെ ഒരു കേക്ക് മുറിക്കാൻ പോയതിൻ്റെ ഒരു അനുഭവം എൻ്റെ മുമ്പിലുണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൂടെ ചേർന്നിട്ടാണ് കേക്ക് മുറിച്ചത്. മറ്റു പലയിടങ്ങളിലും വന്നിട്ടുള്ളവർക്ക് ചിലപ്പോൾ അവർ പലരും കേക്ക് തന്നെ ആ നിലക്ക് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കില്ല. അവരുടെ അത് സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഭാവമൊക്കെ കണ്ടപ്പോൾ പ്രദീപൻ EV സ്വാഗതം ആശംസിച്ചു. സുരേന്ദ്രൻ D അധ്യക്ഷത വഹിച്ചു. KV മോഹനൻ, AV ശശി, M രാഘവൻ മാസ്റ്റർ, ഹാഫിം, മുകേഷ്, സന്തോഷ് PA, G രാഘവൻ, മുത്തുകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ നടത്തിയും കേക്ക് മുറിച്ചുമാണ് ഇവർ പുതുവർഷത്തെ വരവേറ്റത്. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്നും ദീർഘകാല സേവനത്തിന് ശേഷം വിരമിക്കുന്ന A ബാലകൃഷ്ണന് ഭരണസമിതിയും സഹപ്രവർത്തകരും യാത്രയയപ്പ് നൽകി. സി കൃഷ്ണൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓരോ
ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ EP കരുണാകരൻ അധ്യക്ഷനായി. ബാങ്ക് വക ഉപഹാരം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പനും KCEU വക ഉപഹാരം TI മധുസൂദനും നൽകി. M സുനിൽകുമാർ, C കരുണാകരൻ, EV രമേശൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. IRPCയുടെ ഹോം കെയർ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ സോൺ കമ്മിറ്റി വളണ്ടിയർ സംഗമം നടത്തി. ട്രേഡ് സെന്ററിൽ ഉപദേശക സമിതി ചെയർമാൻ P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് IRPC എന്ന മഹാപ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം വളരെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. തലേ ദിവസം ഒരാൾ വിളിച്ചു. ബെസ്റ്റ് വളണ്ടിയറായി തിരഞ്ഞെടുക്കപ്പെട്ട P പ്രീതക്കുള്ള ഉപഹാരം C കൃഷ്ണൻ MLA നൽകി. ഹരിത കേരളം തുണിസഞ്ചിയുടെ വിതരണം നഗരസഭാധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. അഡ്വക്കേറ്റ് P സന്തോഷ്, അഡ്വക്കേറ്റ് TV അജയകുമാർ, KU മുഹമ്മദ്, അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. കോറോം ശ്രീ വരരുചിമംഗലം മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവം സമാപിച്ചു. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ മുതൽ വിവിധ പൂജകളും ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. ഡിസംബർ 30 ആരംഭിച്ച മഹോത്സവം ഞായറാഴ്ചയോടെ സമാപിച്ചു. രാവിലെ മുതൽ നടന്ന പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുല്ലേരി ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ വാദ്യാർ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം വിഭവസമൃദ്ധമായ അന്നദാനവും നടന്നു. തുടർന്ന് അക്ഷരശ്ലോക സദസ്സും നടന്നു. തിടമ്പ നൃത്തവും ഗാനമേളയും ഉണ്ടായി. യോഗാചാര്യൻ V പ്രഭാകരന്റെ ഇലയറിവ് പുസ്തക പ്രകാശനവും യോഗ ക്ലാസ് ഉദ്ഘാടനവും പരിയാരത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് പുസ്തകം പ്രകാശനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ AV സുരേഷ് പുസ്തകം ഏറ്റുവാങ്ങി. CV ശലാക്ഷൻ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി. ജീവിതശൈലി രോഗങ്ങൾ എന്നൊരു പുതിയ പേര് തന്നെ നമ്മുടെ നാട്ടിൽ പോകാൻ പറ്റും. പുതിയ ജീവിതത്തിൻ്റെ ശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്നതാണ്. അത് വലിയ നിലയിലുള്ള പ്രതിസന്ധിയും പ്രശ്നവും സൃഷ്ടിക്കുന്നു. ക്യാൻസർ പരിപൂർണ്ണ പടരുന്നു. വൃക്ക രോഗങ്ങൾക്ക് അടിമപ്പെടാത്തവരായിട്ട് ആരുമില്ല എന്ന നിലയിലേക്ക് പോകുന്നു. അതിൽ തന്നെ ഭൂരിപക്ഷവും 40 വയസ്സിൽ താഴെയുള്ളവരാണ് വൃക്ക രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത്. നേരത്തെ ഒരു എബോവ് 60 ആണെങ്കിൽ ഇപ്പോൾ ബിലോ 40 ആണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. ഹരിദാസൻ സ്വാഗതം ആശംസിച്ചു. തളിപ്പറമ്പ് DYSP C അരവിന്ദാക്ഷൻ യോഗ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ KP രമേശ്, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CM വേണുഗോപാലൻ, VC വിജയൻ മാസ്റ്റർ, KK ഭാർഗവൻ, സുനിൽകുമാർ, KN മനോജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗാചാര്യൻ V പ്രഭാകരൻ മറുമൊഴി പ്രസംഗം നടത്തി. തൃക്കരിപ്പൂർ വി തിങ്ക് PSC കോച്ചിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ആഘോഷവും മോട്ടിവേഷൻ ക്ലാസും നടന്നു. സജിത് പലേരി ഉദ്ഘാടനം ചെയ്തു. വി താങ്ക് PSC കോച്ചിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇയർ പ്രോഗ്രാമും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. മോട്ടിവേഷൻ ക്ലാസ് സജിത്ത് പലേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ PK വിനോദ് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് ന്യൂ ഇയർ കേക്ക് മുറിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പുതുവത്സര പ്രതീക്ഷകൾ, പ്രതികരണങ്ങൾ. നാണ്യവിളകൾക്കെല്ലാം വില തകർച്ച വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് കാർഷിക മേഖലയിൽ അത്ര നല്ല ശോഭനമായിട്ടുള്ള ഒരു വർഷമായിരിക്കില്ല ഇത് എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. പിന്നെ നെൽകൃഷി കാര്യങ്ങളെല്ലാം ജനം കൈയൊഴിഞ്ഞ മട്ടാണ്. ഒരു സന്തോഷകരമായൊരു വർഷം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഏതായാലും മാറിയ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുതിയ ഒരു
ഒരു പരിഷ്കരണ രീതി കൊണ്ട് തന്നെ ജനങ്ങളെയൊക്കെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുകയാണ്. മറ്റു രാജ്യം പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല ശുഭകരമായ ഒരു രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സന്ദേശം വ്യാപകമായി ഇപ്പം പ്രചരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ നന്നായി തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഈ പുതിയ വർഷം ആ മേഖലയിൽ നല്ല കാഴ്ചപ്പാടോടുകൂടി ജനങ്ങൾ ശ്രദ്ധിക്കുമെന്നാണ് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്. ഗവൺമെൻറ്റിൻ്റെ PSU ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നല്ലൊരു നിലപാടാണ് ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ 2017 നല്ല രീതിയിലുള്ള ഒരു ഇതാണ് നമ്മളെപ്പോലുള്ള യുവാക്കൾക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പുതുവത്സര ആശംസ നേരുന്നു. മാറ്റൂലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. പ്രധാന വാർത്തകൾ വീണ്ടും. KPSTA ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം സമാപിച്ചു. ഭക്തജനത്തിരക്കിൽ വെള്ളാരങ്കര ക്ഷേത്രം. തിങ്കളാഴ്ച ഭഗവതിയുടെ തിരുമുടി നിവരും. താമരംകുളങ്ങരയിൽ നിർമ്മിച്ച N. സുബ്രഹ്മണ്യ ഷെണായി മന്ദിരം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചിന്ത പബ്ലിക്കേഷൻ പയ്യന്നൂർ പുസ്തകോത്സവത്തിന് തുടക്കമായി. കരിവെള്ളൂർ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം. കലവറയിൽ കെടാദീപം തെളിഞ്ഞു. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.